സുഹൃത്തുക്കൾ, നമ്മൾ നിൽക്കുന്നത് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി റോഡിലെ 6 മൈൽ എന്ന സ്ഥലത്താണ്. അതെ, ഇത് സത്യം പറഞ്ഞാല് നമ്മുടെ സുൽത്താൻ ബത്തേരിന്റെ പുൽപ്പള്ളിന്റെ ഒരു ഹൃദയ ഭാഗത്തുള്ള സ്ഥലം. 6 മൈൽ എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഇവിടെ ഒരു ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഫുഡ് ബ്ലോഗാണ്. അപ്പം മജീദ് ഖാൻ ഷോപ്പിൽ തന്നെ തുടങ്ങണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതെ, അപ്പൊ നമ്മൾ ഈ സ്ഥലത്ത് തന്നെ വരാൻ ഇത് തുടങ്ങാനും ഒരു സ്പെഷ്യൽ കാരണം ഉണ്ട് കേട്ടോ. കാരണം അവരിവിടെ അവരിവിടെ കൊടുക്കുന്ന സാധനത്തിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ അറിയിക്കാന്ന് വിചാരിച്ചത്. ഓൾറെഡി കുറച്ച് ആളുകൾക്ക് ഇവരുടെ കണ്ടന്റ് കണ്ടിട്ടുണ്ടാവും. എന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് എന്താണ് സ്പെഷ്യൽ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, കം. അപ്പം ഇതാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ ഓണർ മജീദ് ഖാൻ. മജീദ് ഖാൻ എനിക്ക് ഈ ബ്ലോഗർമാര് ചാനലൊക്കെ തുടങ്ങുന്ന മുമ്പേ എനിക്ക് പരിചയമുണ്ട്. കാരണം ഞാൻ ഈ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്ഥിരം ഭക്ഷണം കഴിക്കാണ്ട് കയറുന്ന ഒരു സ്ഥാപനമായിരുന്നത്. മജീദ് ഖാൻ, ഇപ്പൊ എത്ര വർഷമായി തുടങ്ങിയിട്ട്? 38 വർഷമായി. 38 വർഷമായി. മെയിൻ ഫുഡുകൾ എന്തൊക്കെയാണ് ഇവിടുത്തെ? ഇവിടെ ഇപ്പോ ബോട്ടി ബീഫ്, പൊറോട്ട, കപ്പ, നെയ്പ്പത്തിരി, പഴംപൊരി, പിന്നെ ചോറുണ്ടാവും. ചില ദിവസങ്ങളിൽ ചോറുണ്ടാവും, നെയ്ച്ചോറുണ്ടാവും. നെയ്ച്ചോറുണ്ടാവും. അപ്പൊ രാവിലെ എത്ര മണിക്ക് തുടങ്ങും പരിപാടികളൊക്കെ? രാവിലെ 8:30 തുടങ്ങും. വെള്ളിയാഴ്ച ലീവാണ് കേട്ടോ. വെള്ളിയാഴ്ച അവധിയാണ് അല്ലേ? അപ്പൊ ശരിക്കും ഗൾഫിലെ സിസ്റ്റർ. ശരിക്കും ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ചെതലയം 6 മൈൽ. 6 മൈൽ, അതായത് ബത്തേരി ഗ്യാരേജിന്റെ അവിടെ നിന്ന് 8.5 കിലോമീറ്റർ ഇങ്ങോട്ട്. അതെ, പുൽപ്പള്ളി റോഡിൽ നേരെ വരിക. കറക്റ്റ്. അപ്പൊ വയനാട്ടിൽ വരുന്ന ഒരു ഫുഡ് ടേസ്റ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സ്ഥലമാണ് ഇട്ടത്. ഇത് വിറകടുപ്പിലല്ലേ സ്ഥിരമായിട്ട് വെക്കല്? രാവിലെ ഞാൻ ചട്ടിക ഇട്ട് വെക്കും, വൈകുന്നേരം വരെ വിറകടുപ്പ് എരിഞ്ഞുകൊണ്ടിരിക്കും. അതല്ലേ സിസ്റ്റം? കാപ്പി വിറകാണ് വെക്കുന്നത്. മസാലയുടെ മണം അടിച്ച് വായിക്കൂടെ വെള്ളം വരും. അത്രയും നല്ല ഫ്രഷ് ആയിട്ടാണ് ബീഫ് റെഡിയാക്കി എടുക്കുന്നത്. ബായി നല്ല പൊറോട്ട ചുട്ട് റെഡിയാക്കുന്നുണ്ട്. നല്ല ചൂട് പൊറോട്ട, ഫ്രഷ് പൊറോട്ട. നമ്മുടെ ഹിന്ദിക്കാരൻ്റെ സ്പെഷ്യൽ ഡ്യൂട്ടിയാണ് അവിടുത്തെ പൊറോട്ട. പുള്ളി അതടിച്ച് പാത്രത്തിൽ അങ്ങനെ റെഡിയാക്കി വെക്കും. നല്ല മീൻചാറ് ഗ്രേവി ആയിട്ട് ഇരിപ്പുണ്ട്. ഇതാ മജീദ് ചൂട് പഴംപൊരിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നല്ല കറുപ്പിച്ച ബീഫ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബീഫാണിത്. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും നല്ല സൂപ്പറാണ്. ഇത് ഏറ്റവും ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റാണ്. ഇത് ചില ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്കൊക്കെ തീരും. അത്രയ്ക്കും സൂപ്പറാണ്. സൂപ്പർ ടേസ്റ്റുള്ള ബീഫാണത്. ഇത് അടുപ്പിൻ്റെ അവിടെ സ്ഥലമില്ലാത്തടത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചാണ്. ഇത് ചൂട് കുറച്ച് കുറഞ്ഞ ഇരുന്ന് അങ്ങോട്ട് തന്നെ വെക്കും. ചോറ് വെച്ചോണ്ടിരിക്കണം അവിടെ. ഡെയിലി ഫുഡ് കഴിക്കും. അടിപൊളി ഫുഡാണ്. അടിപൊളി ഫുഡാണ് ഡെയിലി വരുന്നത്. ബീഫൊന്നും ഒരു രക്ഷമല്ല. നിങ്ങളുടെ സ്ഥലം? നമ്മളെ ബത്തേരി. ഓ, അപ്പൊ അടിപൊളി ഫുഡാണ്. അടിപൊളി ഫുഡാണ്. ബീഫും ഉണ്ട്, ബോട്ടിയുണ്ട്. ഇടലാണ് സെറ്റാ. ഓക്കെ, താങ്ക് യു. ആ ചേട്ടാ, ഇവിടെ ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? ഫുഡ് സൂപ്പർ അല്ലേ? സൂപ്പറാണ്. ഞങ്ങള് കോട്ടയംകാരാണ്. അപ്പൊ ഇവിടെ എവിടെ ആവശ്യമായിട്ട് വരുന്ന. അപ്പൊ വരുമ്പോ ഇവിടെ സ്ഥിരമായിട്ട് വരാം. 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ 2 പ്രാവശ്യം ഇങ്ങോട്ട് വരും. അപ്പം വരുമ്പോഴല്ലേ ഇവിടെ കയറി കഴിച്ചേ പോകും. ബീഫാണ് ഇവിടെ സ്പെഷ്യൽ. ബീഫ് സൂപ്പർ അല്ലേ? സൂപ്പറാണ്. അതുകൊണ്ടാണ് ഇവിടെ സ്ഥിരമായിട്ട്. പിന്നെ പൊറോട്ടയും ബീഫും നല്ല കോമ്പിനേഷൻ അല്ലേ? ആണ്. സൂപ്പറാ. കപ്പയും പഴംപൊരിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? സൂപ്പർ സാധനം, എല്ലാം കഴിക്കാറുണ്ട്. ആണോ? ആഴ്ച 2 പ്രാവശ്യം വരുന്നതുകൊണ്ട് കയറി എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കഴിക്കും. ബീഫ് മസ്റ്റ് ആണ്. സൂപ്പർ സാധനമാണ്. ഓക്കെ, താങ്ക് യു. ചേട്ടൻ്റെ സ്ഥലം? ബാംഗ്ലൂര്. എവിടെ പോകുന്നു? വയനാട് ചെമ്പ്രാപ്പിക്കാ. நீங்க தமிழ் தானே? ஆமா, தமிழ்ல பேசிக்கலாம். இங்க அங்க பாருங்க ஒரு விஜய் ஃபேன். ப்ரோ, ഇവിടെ நீங்க இது பத்தி கேள்விப்பட்டு இங்க வந்திருக்கீங்களா? நான் இன்ஸ்டாகிராம்ல ரீல்ஸ் பார்த்து வந்தேன். ஃபேமஸான ஷாப் நாங்க. லாஸ்ட் டைம் வந்து பக்ரீத் அப்போ வந்தேன். முன்னாடி வந்திருக்கு. க்ளோஸ் ஆயிடுச்சு. க்ளோஸ் சரி ட்ரை பண்ணலாம். நீங்க யூசுவலி பாத்தீங்கன்னா எல்லா ஃப்ரைடேமே க்ளோஸா இருக்கும். நம்ம கல்ஃப்ல சிஸ்டம் இருக்குல்ல அந்த மாதிரி. ஆனா பக்ரீத் இன்னைக்கு ஃப்ரைடே தான் ஆச்சு. எப்படி இருக்கு? ஃபுட் சூப்பரா இருக்கு. செகண்ட் டைம் தேர்ட் டைமா? ஃபர்ஸ்ட் டைம் தான். ஃபர்ஸ்ட் டைம் ஆல்ரெடி வந்தேன். ஷாப் க்ளோஸ் ஆயிருந்தது. செகண்ட் டைம் வந்து. ஆமா. ஓகே, தேங்க் யூ. நீங்க ஃபுட் ஹாப்பியா? ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, അപ്പം എല്ലാവരും കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഫുഡിന്റെ എടുത്തിന് ഞങ്ങളൊന്ന് നോക്കട്ടെ കലാപരിപാടി എങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് അറിയാം ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. പഴംപൊരി ഓൾറെഡി നമ്മൾ വന്നപ്പോ തന്നെ കഴിച്ചു നോക്കിയായിരുന്നു. കിട്ടില്ല സാധനം. പിന്നെ ഞങ്ങൾ കാര്യമായിട്ട് കഴിക്കുന്നില്ല. എന്താ വെച്ചാൽ ഞങ്ങൾ ഇപ്പൊ സമയം 11 ആയിട്ടുള്ളൂ. ഞങ്ങൾ 9 ഒന്ന് കഴിച്ചിട്ട് കൊണ്ട് വന്നാ. അതുകൊണ്ട് ബീഫ് 2 ടൈപ്പും വാങ്ങിയിട്ടുണ്ട്. 4 പൊറോട്ട, അതിന്റെ ഗ്രേവിയാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പൊ എന്നാ കഴിച്ചിട്ട് ബാക്കി പറയാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഡ്രൈ ആണ്, ഇത് നോർമൽ ആണ്. ഇത് സാധാരണ ദിവസങ്ങളിൽ ഇത് മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക.
നല്ല തിരക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് തീർന്നു, ഈ സാധനം തീർന്നു. ഇതാണ് ഇതിപ്പോ നമുക്ക് തന്നെ available തീരാനായിട്ടുണ്ട്. ഉണ്ടാവുക. ഇത് ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട് ഇപ്പോ. പിന്നെ ബോട്ടി റെഡിയാവും, അത് വൈകുന്നേരത്തേക്ക് ആവുള്ളൂ. അത് ലേറ്റ് ആണ്. സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? കുറച്ച് ഗ്രേവിയൊക്കെ അപ്പൊ വയനാട്ടിൽ വരുന്നൊരു ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇത് മീനിന്റെ സാലനാണ് അല്ലേ? ഇത് മീനിന്റെ ഗ്രേവിയാണ്. പൊറോട്ട എടുക്കുക, ഇങ്ങനെ ഈ ഗ്രേവിയിൽ ഫസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. ഒരു പീസ് ബീഫ് എടുക്കുക, ഒന്നും നോക്കണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി പീഡനാണോ? വിറക് വെച്ച് വേവിക്കുന്നതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. കൊള്ളാം. അപ്പൊ സ്ഥലം മറക്കണ്ട, ബത്തേരി ഗ്യാരേജിന്റെ അവിടുന്ന് പുൽപ്പള്ളിക്ക് പോകുന്ന റോഡില് 8.5 കിലോമീറ്ററാണ് കറക്റ്റ് ഇവിടം വരെ. അതായത് പുൽപ്പള്ളിന്റെ ബത്തേരിന്റെ ഹൃദയഭാഗം എന്നൊക്കെ പറയാം. പുൽപ്പള്ളി എന്നല്ല, ഇരളം. ഇരളം ബത്തേരിന്റെ സെന്ററായിട്ട് ഏതാണ്ട്. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ വയനാട്ടിൽ വന്നിട്ട് ഈ മജീദ് ഖാന്റെ കടയിൽ നിന്ന് ഫുഡ് കഴിച്ചുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ, മറക്കരുത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, എല്ലാരും വരിക, കഴിക്കുക, വയറ് നിറയ്ക്കുക, മനസ്സ് നിറയ്ക്കുക. നല്ല കിഡിലും ഫുഡാണ്. ഇവിടെ വരെ വന്നു കഴിഞ്ഞാലും ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും വെറുതെ ആവില്ല, ഒരു നഷ്ടമില്ല. ഇതിപ്പോ ഇച്ചിരി തിരക്ക് കുറവാണ്. അതായത് ഭയങ്കര മഴയാണ്. ഇത് ജൂലൈ 1-ാം തീയതിയാണ്. അത് ഈ ചുരമൊക്കെ ബ്ലോക്ക് ആയ കാരണമാണ് ഇപ്പൊ നമുക്ക് തന്നെ ഇത്രയും ഫുഡ് കിട്ടിയത്. സാധാരണ രീതിയിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ ബീഫ് ഫ്രൈ, ഡ്രൈ ഫ്രൈ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.